ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ എത്തിക്സ് ആണ് നോക്കുന്നത്. ഈ ഒരു ലെക്ചറിൽ കൂടി നിങ്ങളുടെ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഒന്ന് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെൻറ്റ്. നമുക്കൊരൊറ്റ ലെക്ചറിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഈ രണ്ട് മൊഡ്യൂളൊന്നും കൂടെ ചേർത്ത് മേ ബി ഒരു ക്വസ്റ്റ്യൻ വരും എത്തിക്സിൻ്റെ, അതിൽ കൂടുതലൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. പിന്നെ ഈ ലെക്ചറിലോട്ട് കടക്കുന്നതിന് മുന്നേ എത്തിക്സിൽ നിന്ന് നമുക്ക് കാണാതെ പഠിക്കാനുള്ള അധികം ടോപ്പിക്സ് ഒന്നും ഇല്ല. കുറേ അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ് നമുക്ക് വേണ്ടത്. വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ളൂ. കുറച്ച് ടേംസ് ഒക്കെ കാണാതെ പഠിക്കാനുണ്ട്, കുറച്ച് ടൈപ്സ് ഓഫ് എത്തിക്സ് കാണാതെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താ പഠിക്കേണ്ടത്, അത് ആരുടെ തിയറിയാണ്, അങ്ങനെ കുറച്ച് ആസ്പെക്ട്സ് ആണ്. പിന്നെ എത്തിക്സ് എന്താണെന്നുള്ളൊരു ജനറൽ ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഗ്ലോബലൈസേഷൻ്റെ ലെക്ചർ കണ്ടിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, കാണാൻ പഠിക്കാനുള്ള ആ ഒരു സിമിലർ പാറ്റേൺ ആണ്. കാണാൻ പഠിക്കാനുള്ള വളരെ കുറവാണ്. നിങ്ങൾക്ക് ഒരു ലെക്ചർ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് എത്തിക്സ്? ശരി ചെയ്യുക, തെറ്റ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ എത്തിക്സ്. ഓക്കെ, അത് നമുക്ക് നീതിശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയാം. നീതിശാസ്ത്രം വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും പെരുമാറ്റത്തെ നയിക്കുന്ന മൂല്യങ്ങളെയും തത്വങ്ങളെയും കുറിച്ചുള്ള ചിന്തയാണ്. ലളിതമായി പറഞ്ഞാൽ ശരിയായത് ചെയ്യാനും തെറ്റായതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നീതിശാസ്ത്രം. നീതിയെപ്പറ്റിയുള്ളൊരു ബോധം, ശരിയും തെറ്റിനെ പറ്റിയുള്ളൊരു ബോധം, ശരി ചെയ്യുക എന്നുള്ളൊരു ബോധം, അതൊക്കെയാണ് എത്തിക്സ്. നമ്മൾ അതിനൊരു ഹിസ്റ്റോറിക്കൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ, റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകൾ, ഞാനൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. എല്ലാ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളിലും എത്തിക്സ് ഉണ്ട്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ വേദാസ്, ഉപനിഷത്സ്, രാമായണ, ഭഗവത്ഗീത പോലെയുള്ള ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റുകളുണ്ട്. പിന്നെ അല്ലാതെ മനുസ്മൃതി, അർത്ഥശാസ്ത്ര പോലെയുള്ള മറ്റ് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളുണ്ട്. അർത്ഥശാസ്ത്രം നമ്മുടെ ഇന്ത്യൻ എത്തിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. കൗട്ടില്യ എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്രം. ഓക്കെ, കൗട്ടില്യയുടെ കോൺസെപ്റ്റാണ് രാജഋഷി. രാജാവ് ഒരു മുനിയെപ്പോലെ, ഒരു ഋഷിയെപ്പോലെ ആയിരിക്കണം, നല്ല ഗുണങ്ങൾ, സൽഗുണങ്ങളെല്ലാം ചേർന്ന് വരുന്നൊരു വ്യക്തിയായിരിക്കണം എന്നൊക്കെയാണ് കൗട്ടില്യ പറഞ്ഞത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗുഡ് കിങ്. അതിന് വളരെ സിമിലർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പ്ലേറ്റോയുടെ ഫിലോസഫർ കിങ് എന്ന് പറയുന്നത്. ഫിലോസഫർ കിങ് വിച്ച് ഇസ് വെരി സിമിലർ ടു രാജഋഷി കോൺസെപ്റ്റ് കൗട്ടില്യയുടെ. ഓക്കെ, പല തിങ്കേഴ്സും പ്ലേറ്റോനെയും കൗട്ടില്യനെയും ഉപമിക്കാറുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ജനറൽ ഐഡിയ മതി എത്തിക്സിൽ. സോ കൗട്ടില്യയുടെ ആണ് അർത്ഥശാസ്ത്രം എന്നുള്ളത് പഠിച്ചു വെക്കുക ഇവിടെ. പിന്നെ കൗട്ടില്യയുടെ കോൺസെപ്റ്റാണ് രാജഋഷി. പ്ലേറ്റോ സിമിലറായിട്ട് കൊടുത്ത കോൺസെപ്റ്റാണ് ഫിലോസഫർ കിങ്. ഓക്കെ, കൗട്ടില്യ അർത്ഥശാസ്ത്ര. എത്തിക്സിൽ പിന്നെ നമ്മൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ഫിഗറാണ് മഹാത്മാഗാന്ധി. സോ ഗാന്ധിയൻ എത്തിക്സ് എന്ന് പറഞ്ഞ് തന്നെ നമുക്കൊരു എത്തിക്സിലൊരു ശാഖ, ഇന്ത്യൻ എത്തിക്സിൽ നമുക്കൊരു ശാഖ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജനറലായിട്ട് എത്തിക്സിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഗാന്ധിയൻ എത്തിക്സ് എന്തിനെക്കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഗാന്ധിയൻ എത്തിക്സിലുള്ളതാണോ? ബിക്കോസ് ഗാന്ധിയൻ എത്തിക്സ് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോറൽ കണ്ടക്ട് ഇൻ പേഴ്സണൽ ആൻഡ് സൊസൈറ്റൽ ലൈഫ്. വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വ്യക്തികൾ മോറൽ കണ്ടക്റ്റ് പുലർത്തുക, അതായത് ഒരു എത്തിക്കലായിട്ടുള്ള രീതിയിൽ ജീവിക്കുക, ശരിയായിട്ടുള്ള രീതിയിൽ. ധർമ്മ റൈറ്റസ് കണ്ടക്റ്റ്, ശരിയായിട്ടുള്ള പ്രവർത്തന രീതികളെയാണ് ധർമ്മ എന്നതുകൊണ്ട് പുള്ളി ഉദ്ദേശിച്ചത്. പിന്നെ നോൺ വയലൻസ്, ഹിംസ ചെയ്യാതിരിക്കുക, അഥവാ വയലൻസ് ചെയ്യാതിരിക്കുക. പിന്നെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ട്രൂത്ത് അല്ലെങ്കിൽ സത്യസന്ധത. എൻഡ്സ് ആൻഡ് മീൻസ്, സ്പെല്ലിംഗ് തെറ്റാണ്. എൻഡ്സ് ആൻഡ് മീൻസ് ബോത്ത് നീഡ്സ് ടു ബി ജസ്റ്റിഫൈഡ്. മാർഗവും ലക്ഷ്യവും രണ്ടും ശരിയായിരിക്കണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അദ്ദേഹം ഭഗവത്ഗീതയുടെയൊക്കെ വളരെ വലിയ ഫോളോവർ ആയിരുന്നു. പക്ഷേങ്കിൽ ഇദ്ദേഹം എന്താ പറഞ്ഞത്, എൻസും മീൻസും, ലക്ഷ്യവും മാർഗവും രണ്ടും ജസ്റ്റിഫൈഡ് ആയിരിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ഗാന്ധീസ് 7 ഡെഡ്ലി സിൻസ് നിങ്ങൾ പഠിക്കണം. ഒരു ഐഡിയ എങ്കിലും വേണം കുറഞ്ഞ പക്ഷം. ഗാന്ധി 7 ഡെഡ്ലി സിൻസ് പറഞ്ഞത് ഗാന്ധിയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇത് 7 ഞാൻ പറഞ്ഞുതരാം. പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ, മൂല്യങ്ങളില്ലാത്ത രാഷ്ട്രീയം. വെൽത്ത് വിത്തൗട്ട് വർക്ക്, ജോലി ചെയ്യാതെ കിട്ടുന്ന സമ്പത്ത്. പ്ലെഷർ വിത്തൗട്ട് കോൺസേൺസ്, പ്ലെഷർ എന്താണ്, നമ്മൾ സന്തോഷം എന്നൊക്കെ പറയാം ഒരു തരത്തിൽ.
നമ്മൾ മനസാക്ഷി ഇല്ലാതെ സന്തോഷിക്കുന്നത്, പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്. നോളജ് വിത്തൗട്ട് ക്യാരക്ടർ, വ്യക്തിത്വം ഇല്ലാതെ അറിവുണ്ടായിട്ട് കാര്യമില്ല. കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, എത്തിക്സ് ഇല്ലാത്ത കച്ചവടം. സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം ഇല്ലാത്ത ശാസ്ത്രം. വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്. ഓക്കെ, സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഓക്കെ, വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന, ആരാധിക്കാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ആനിമൽ സാക്രിഫൈസ് ഒന്നുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സാക്രിഫൈസ്. ഓക്കെ, സോ ഈ 7 പ്രിൻസിപ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കുക, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. നോളൻ കമ്മിറ്റി എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അത് UK ഉണ്ടായ കമ്മിറ്റിയാണ്, ഇന്ത്യൻ കമ്മിറ്റി അല്ല. പബ്ലിക് ലൈഫിലുള്ള സ്റ്റാൻഡേർഡ്സ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ദ കമ്മിറ്റി ഓൺ സ്റ്റാൻഡേർഡ്സ് ഇൻ പബ്ലിക് ലൈഫ് എന്നും നോളൻ കമ്മിറ്റീനെ വിളിക്കും. പൊതുവെ പബ്ലിക് ഓഫീസ് ഹോൾഡേഴ്സ്, അതായത് സർക്കാർ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ, അവരുടെ എത്തിക്കൽ കണ്ടക്റ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കമ്മിറ്റിയാണ്. അതിലും 7 പോയിൻറ്റ്സ് ആണ്. ഓർക്കാൻ എളുപ്പമല്ലേ? ഗാന്ധിജിയുടെയും 7 ഡെഡ്ലി സിൻസ് ആണ്. നോളൻ കമ്മിറ്റിയിലും 7 പോയിൻറ്റ്സ് ആണ്. നിങ്ങൾ ഈ ഒരു കോഡ് ഓർത്തിരിക്കുക, ഐസോ ലോഹ എന്ന് പഠിച്ചു വെക്കുക. ഐ എന്താണ്? ഇൻറ്റഗ്രിറ്റി. എത്തിക്സുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ശരിയായത്, നമ്മുടെ മൂല്യങ്ങൾ വളരെ എത്തിക്കലായിരിക്കുക എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റി. സെൽഫ്ലെസ്നെസ്, സെൽഫിഷ് അല്ലാതിരിക്കുന്ന അവസ്ഥ. ഒബ്ജക്റ്റിവിറ്റി, അതായത് ശരി പ്രവർത്തിക്കുക, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവുക, അതൊക്കെയാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റിവിറ്റി. ലീഡർഷിപ്പ്, നേതൃത്വ പാഠവും. ഓപ്പൺനെസ്, ട്രാൻസ്പെറൻസി എന്നൊക്കെ നമ്മളിപ്പോൾ പറയത്തില്ലേ, അത്. ഓണസ്റ്റി, സത്യസന്ധത. അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് നമുക്ക് പറയാം. അക്കൗണ്ടബിലിറ്റിയൊക്കെ നമ്മൾ നേരത്തെ കവർ ചെയ്ത ടോപ്പിക്സ് ആണ്. നോളൻ കമ്മിറ്റി പറഞ്ഞ 7 പോയിൻറ്റ്സ് ആണ്. ഐസോ ലോഹ എന്ന് പഠിച്ചു വെക്കുക, ചോദിക്കാനും മതി. ബിക്കോസ് നോളൻ കമ്മിറ്റി ഈസ് വെരി വെരി ഫേമസ്. ഇനി നിങ്ങൾക്ക് കാണാൻ പഠിക്കാനുള്ള ചില ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡിയോണ്ടോളജിക്കൽ എത്തിക്സിൻ്റെ മറ്റൊരു പേരാണ് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്. ഓക്കെ, ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് അല്ലെങ്കിൽ ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് ആരുടെയാണ്? ഇമ്മാനുവൽ കാൻറ്റിൻ്റെ ഡിയോണ്ടോളജിക്കൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്. ഡ്യൂട്ടി ബേസ്ഡ്, നിങ്ങൾ ഈ പേരൊന്ന് നോക്കിക്കേ, ഡ്യൂട്ടി ബേസ്ഡ്. അപ്പോൾ എന്തോ ഡ്യൂട്ടിയെ പറ്റിയല്ലേ പറയുന്നത്? സോ ആക്ഷൻസ് ആർ മോർലി റൈറ്റ് ഓർ റോങ് ബേസ്ഡ് ഓൺ റൂൾസ് ഓർ ഡ്യൂട്ടീസ് റിഗാർഡ്ലെസ് ഓഫ് ഔട്ട്കം. നമ്മളുടെ ഡ്യൂട്ടികൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നിലകൊള്ളുന്ന നിയമങ്ങളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ പ്രവൃത്തികളും ശരിയാണോ തെറ്റാണോ നമ്മൾ തീരുമാനിക്കുന്നത്. അതിപ്പം ആ പ്രവൃത്തി ചെയ്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവിടെ ബാധകമല്ല. അതാണ് ഡിയോണ്ടോളജിക്കൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്. ആരുടെയാണ്? ഇമ്മാനുവൽ കാൻറ്റിൻ്റെയാണ്. ഫോർ എക്സാമ്പിൾ, ഓണസ്റ്റി. ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞ് നിങ്ങൾക്ക് അടി കിട്ടും എന്ന് ഉറപ്പാണെങ്കിൽ പോലും നിങ്ങൾ സത്യമേ പറയാവുള്ളൂ. കാരണം എന്താണ്? നിങ്ങളുടെ ധർമ്മമാണ് സത്യം പറയുക എന്നുള്ളത്. സത്യം പറയുക എന്നുള്ളതാണ് അവിടുത്തെ ശരിയായ നിയമം. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയണം, അടി കിട്ടിയാലും എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, ടെൽ ട്രൂത്ത് ഈവൻ ഇഫ് യു വിൽ ബി പണിഷ്ഡ്. അതാണ് ഡിയോണ്ടോളജിക്കൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് എന്ന് പറയുന്ന ശാഖ പറയുന്നത്. നമ്മളുടെ ഡ്യൂട്ടി, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നാട്ടിലെ നിയമങ്ങളും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. കോൺസിക്വൻസ് എന്തും ആയിക്കോട്ടെ. ഓക്കെ, അടുത്താണ് കോൺസിക്വൻഷ്യലിസം. ഓക്കെ, കോൺസിക്വൻഷ്യലിസത്തിന് നമ്മൾ യൂട്ടിലിറ്റേറിയനിസം എന്നും പറയും. അത് ജെറമി ബെന്താമും ജോൺ സ്റ്റോട്ട് മില്ലും കൂടി തന്ന കോൺസെപ്റ്റാണ്. ഒരു പ്രവൃത്തി അതിൻ്റെ എത്തിക്സ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? അതിൻ്റെ ഔട്ട്കത്തേൽ. ക്വസ്റ്റ്യനിൽ തന്നെ നമ്മുടെ പേരുണ്ട് കോൺസിക്വൻഷ്യലിസം. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ്, അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് അതനുസരിച്ചിരിക്കും ആ സാധനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, കൂടുതൽ പേർക്ക് നന്മ ചെയ്യുന്നൊരു പ്രവൃത്തിയാണെങ്കിൽ അതൊരു ശരിയായ പ്രവൃത്തിയാണ്. അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ ട്രെയിൻ ചൈൽഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഞാനത് പറഞ്ഞുതരാം. ഒരു 2 ട്രാക്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാക്കിൽ കുറേ കുട്ടികളുണ്ട്, മറ്റേ ട്രാക്കിൽ ഒരു കുട്ടിയേ ഉള്ളൂ. ഈ ഒരു കുട്ടി ഇരിക്കുന്ന ട്രാക്ക് എന്ന് പറയുന്നതിൽ ട്രെയിൻ അങ്ങനെ വരുന്ന ട്രാക്കല്ല. ഓക്കെ, ട്രെയിൻ വരാത്ത ട്രാക്കിലാണ് ഈ ഒരു കുട്ടി കളിക്കുന്നത്. ട്രെയിൻ വരുന്ന ട്രാക്കിലാണ് കുറേ കുട്ടികൾ നിന്ന് കളിക്കുന്നത്. അപ്പോൾ ട്രെയിൻ വരികയാണ്. സ്വാഭാവികമായിട്ടും യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെയിന് മറ്റേ ട്രാക്കിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട്
ആ കൂടുതൽ കുട്ടികളെ രക്ഷിക്കണം എന്നാണ് യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് പറയുന്നത്. ഓൾദോ മറ്റേ കുട്ടി ചെയ്തതാണ് ശരി, ട്രെയിൻ വരാത്ത ട്രാക്കിലാണ് ആ ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് കളിച്ചത്. പക്ഷേ യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് എന്താ പറയുന്നത്? കൂടുതൽ പേർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എന്തോ അതാണ് എത്തിക്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് വെർച്വു എത്തിക്സ് ആണ്. വെർച്വു എത്തിക്സിലെ മെയിൻ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. വിർച്വു എത്തിക്സിലെ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ്. അതായത് ഒരു വ്യക്തിയുടെ ക്യാരക്ടറെ ബേസ്ഡാണ് എത്തിക്സ്. ജസ്റ്റ് ഒരു ആക്ഷൻ, ഏതെങ്കിലും ഒരു പ്രവൃത്തി എത്തിക്കലായിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ എത്തിക്സായിട്ട് കാണില്ല. ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി എത്തിക്കലാണെന്ന് പറയണേ ആ വ്യക്തി മൊത്തത്തിൽ അയാളുടെ വ്യക്തിത്വത്തിലും ആ എത്തിക്സ് ഉണ്ടായിരിക്കണം, അയാളുടെ സ്വഭാവത്തിലേ അത് ഉണ്ടായിരിക്കണം, എങ്കിലാണത് വെർച്വു എത്തിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഫോക്കസസ് ഓൺ ദ ക്യാരക്ടർ ആൻഡ് വെർച്യൂസ് ഓഫ് ദ മോറൽ ഏജൻറ്റ്, നോട്ട് ജസ്റ്റ് ആക്ഷൻസ് ഓർ കോൺസിക്വൻസസ്. ആ പ്രവൃത്തിയോ കോൺസിക്വൻസോ ഒന്നുമല്ല, അയാളുടെ സ്വഭാവം കൊണ്ടേ അയാളൊരു നല്ല മനുഷ്യനായിരിക്കണം. അതാണ് വെർച്വു എത്തിക്സ് പറയുന്നത്. എത്തിക്കൽ റിലേറ്റിവിസം. അപ്പോൾ എന്തോ ഒരു സാധനം റിലേറ്റീവായിട്ടല്ലേ നമ്മൾ പറയുന്നത്? എത്തിക്കൽ റിലേറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയും തെറ്റും സാഹചര്യം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ശരിയും തെറ്റും സാഹചര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പം ചില സൊസൈറ്റിയിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, വേറെ ചിലടത്തത് തെറ്റായിരിക്കും. ഇപ്പോൾ യുത്തനേഷ്യ അല്ലെങ്കിൽ മേഴ്സി കില്ലിംഗ് എന്ന് പറയുന്ന കാര്യം ചില രാജ്യങ്ങളിൽ അത് ശരിയാണ്, നിയമപരമായിട്ട് ശരിയാണ്, അപ്പോൾ അവിടെ അത് എത്തിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ചില രാജ്യങ്ങളിൽ അത് ഭയങ്കര പാപമായിട്ടാണ് കരുതുന്നത്, ദയാവധം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത് എത്തിക്കലല്ല. സ്ഥലത്തുനിന്ന് സ്ഥലത്തോട്ട് മാറുമ്പം പലരുടെ എത്തിക്സ് മാറും. അതിൽ റിലീജിയനൊക്കെ വളരെ വലിയ റോളുണ്ട്. ഓരോ റിലീജിയൻ ടു റിലീജിയൻ നിയമങ്ങളും കാര്യങ്ങളും പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനെയാണ് എത്തിക്കൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിലേറ്റീവായിട്ടുള്ള കോൺസെപ്റ്റാണ് എത്തിക്സ്. അതായത് ഒരു ആബ്സല്യൂട്ട് ട്രൂത്തെന്നോ ഒരു ആബ്സല്യൂട്ട് മോറൽ ട്രൂത്തെന്നോ ഒന്നും പറയാൻ നമുക്കൊന്നുമില്ല എന്നുള്ളതാണ് എത്തിക്കൽ റിലേറ്റിവിസം പറയുന്നത്. അടുത്തത് കെയർ എത്തിക്സ് ആണ്. കെയർ എത്തിക്സ് എന്ന് പറയുന്നത് പൊതുവെ എംപതി, കെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കെയർ എത്തിക്സ്. അത് പൊതുവെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആതുര ശുശ്രൂഷ രംഗത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ കെയർ എത്തിക്സ്. ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നേഴ്സും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പ്രായമായവരെ നമ്മൾ നോക്കുമ്പം അങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്നേഹത്തോടെ കെയറോടുകൂടി പഠിപ്പിക്കുന്നത്, അതൊക്കെയാണ് കെയർ എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു തരം ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു സ്നേഹം, കെയർ അതൊക്കെ കൊടുക്കുന്ന ഒരു എത്തിക്സാണ് കെയർ എത്തിക്സ്. ആസിച്ച് നമ്മുടെ എത്തിക്സ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളതൊരു ഇമോഷണൽ സപ്പോർട്ട് കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ കെയർ എത്തിക്സ് വരുമ്പം അതിലൊരു ഇമോഷണൽ സപ്പോർട്ടിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ പ്രായമായൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ സ്നേഹത്തോടെ കരുതലോടെ നമ്മൾ നോക്കുന്നതിനെയാണ് കെയർ എത്തിക്സിൽ വരുന്നത്. പിന്നെ വരുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അതിലെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ജീൻ ജാക്വസ് റൂസോ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്നത്. മൊറാലിറ്റി അഥവാ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അഗ്രിമെൻറ്റിൽ ബേസ്ഡ് ആണ്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പം ഓരോ സമൂഹങ്ങളിലും നിലകൊള്ളുന്ന ഒരു അടിസ്ഥാനപരമായ തത്വങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, ആ ഒരു സൊസൈറ്റിയിൽ നിലകൊള്ളുന്നത്. അപ്പം ചെറിയൊരു സൊസൈറ്റി ആവാം, വലിയൊരു സൊസൈറ്റി ആവാം. ഓക്കെ, നമുക്ക് ലോകം മൊത്തം ഒരു സൊസൈറ്റി ആയിട്ട് എടുക്കാം. അപ്പം അതിനെയാണ് നമ്മൾ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. മൊറാലിറ്റി അറൈസസ് ഫ്രം എ സോഷ്യൽ അഗ്രിമെൻറ്റ് അമംഗ് ഇൻഡിവിജ്വൽസ്. ആളുകൾക്ക് സ്വീകാര്യമായ ഉള്ള ഒരു നിലപാടിൽ നിന്നാണ് അവരുടെ എത്തിക്സ് രൂപപ്പെടുന്നത് എന്നാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലോസ് ഓഫ് ദ ലാൻഡ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ നിയമങ്ങളുണ്ട്, അതിന് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തികൾ എത്തിക്കലാവും. അതൊരു കൈൻഡ് ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്, സാമൂഹികമായ ഒരു കോൺട്രാക്റ്റ് അടിസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ അത്. അതിനെയാണ് നമ്മൾ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ്സ് ബേസ്ഡ് എത്തിക്സ് ആണ്. സിമ്പിളാണ്, റൈറ്റ്സ് ബേസ്ഡ് ആണ്. റൈറ്റ്സ് എന്താണ്? അവകാശങ്ങൾ. ആൾക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ അത് എത്തിക്കലാണ്. അതാണ് റൈറ്റ്സ് ബേസ്ഡ് എത്തിക്സ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പം ആക്ഷൻസ് ആർ എത്തിക്കൽ ഇഫ് ദ റെസ്പെക്റ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഇപ്പോൾ റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം, റൈറ്റ് ടു പ്രൈവസി, ഇങ്ങനത്തെ റൈറ്റുകളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത്
റൈറ്റ് ബേസ്ഡ് എത്തിക്സിൽ വരും, അത് എത്തിക്കലാണ്. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ്, മോറൽ റൈറ്റ്സ്, പലതരം റൈറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിരിക്കുന്ന റൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആവാം, ഇനി മോറൽ റൈറ്റ്സ് ആവാം, ചിലപ്പോൾ റിലീജിയസ് റൈറ്റ്സ് ആവാം. അപ്പം അതിനുള്ളിൽ നിന്നാണ് ഈ പ്രവർത്തികളെന്നുണ്ടെങ്കിൽ, റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് എത്തിക്കലാണ്. അതാണ് റൈറ്റ്സ് ബേസ്ഡ് എത്തിക്സ് പറയുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് എത്തിക്സ് ആണ് ഇപ്പോൾ നോക്കിയാൽ, മെയിൻ തിയറീസ് ആണിത്. ഡിയോണ്ടോളജിക്കൽ ഓർ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് ഇമ്മാനുവൽ കാന്റിൻ്റെ ആണ്. അത് നമ്മുടെ ഡ്യൂട്ടികൾ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ എത്തിക്കലാണ്. കോൺസിക്വൻഷ്യലിസം അല്ലെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് യൂട്ടിലിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് ആണ്. വിർച്വു എത്തിക്സ് മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. വിർച്വസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെ ആ വ്യക്തിക്ക് വേണം എന്നാണ് വിർച്വു എത്തിക്സ് പറയുന്നത്. അല്ലാതെ ഒരു സാഹചര്യത്തിലോ ഒരു കാര്യത്തിലോ മാത്രം ചെയ്തുകൊണ്ട് അത് എത്തിക്സ് ആവുന്നില്ല. പിന്നെയുള്ളത് എത്തിക്കൽ റിലേറ്റിവിസമാണ്. ശരിയും തെറ്റും ഓരോരുത്തർക്കും ആപേക്ഷികമായിരിക്കും എന്നാണ് എത്തിക്കൽ റിലേറ്റിവിസം പറയുന്നത്. റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂത്തനേഷ്യ അഥവാ ദയാവധം പറഞ്ഞു. കെയർ എത്തിക്സ് വരുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന കെയർ, എമ്പതി, അവരോടുള്ള കരുതൽ, സ്നേഹം, അതൊക്കെയാണ് കെയർ എത്തിക്സ് വരുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, നേഴ്സും പേഷ്യൻറ്റും, ഡോക്ടറും പേഷ്യൻറ്റും, അല്ലെങ്കിൽ ടീച്ചറും കുട്ടിയും, അല്ലെങ്കിൽ പ്രായമായ വ്യക്തിനെ നോക്കുന്ന ഹോം നേഴ്സ്. പിന്നുള്ളത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. വ്യക്തികൾ സമൂഹങ്ങളിൽ നിന്നുകൊണ്ട് ആ വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ചട്ടക്കൂടുകളും അതനുസരിച്ചുള്ള നിയമങ്ങളൊക്കെയാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്നത്. ലാസ്റ്റ് നോക്കിയത് റൈറ്റ്സ് ബേസ്ഡ് എത്തിക്സ് ആണ്. ആൾക്കാരുടെ അവകാശങ്ങളെ മാനിക്കുന്ന പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ അത് എത്തിക്കലാണ്. അതാണ് റൈറ്റ്സ് ബേസ്ഡ് എത്തിക്സ്. എത്തിക്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഇൻറ്റഗ്രിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എത്തിക്കലായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാകുന്നതിനെയാണ് ഒരു വ്യക്തി നമ്മൾ ഇൻറ്റഗ്രിറ്റി ഉള്ള വ്യക്തിയാണെന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് എത്തിക്കലായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഇൻറ്റഗ്രിറ്റിയുള്ള, ഇപ്പോൾ സത്യസന്ധത പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ. ട്രാൻസ്പെറൻസി വരുന്നത് സുതാര്യത, അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വം, ഫെയർനെസ്. അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എക്സാക്ട്ലി ഉത്തരവാദിത്വം അല്ല അക്കൗണ്ടബിലിറ്റി, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ കവർ ചെയ്തതാണ്. പിന്നെ ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റായിട്ട് എല്ലാവരും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, ആരോടും പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക, ശരിയായ പ്രവൃത്തികൾ ചെയ്യുക, ഇതൊക്കെയാണ് ഫെയറായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. റെസ്പെക്ട് ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മളുടെ ഇപ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുക, ഒരു മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുമാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ അവരെ ബഹുമാനിക്കുക, നമ്മളുടെ എംപ്ലോയീസിനെ ബഹുമാനിക്കുക, നാട്ടിലുള്ള നിയമങ്ങൾ, കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്, നാട്ടിലുള്ള നിയമങ്ങളും നിയമാവലികളും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. സെൻസിറ്റിവിറ്റി ടു കൾച്ചറൽ ഡിഫറൻസസ്, പല കൾച്ചറുകൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ബീഫ് പൊതുവെ അങ്ങനെ ഒരു പോസിറ്റീവ് വേയിൽ നോക്കി കാണുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ ചില ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് അവർക്ക് വിദേശത്ത് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ബീഫ് ബർഗർ, എനിക്ക് തോന്നുന്നു മാക്ഡൊണാൾഡ്സ് ആണെന്ന് തോന്നുന്നു, അവർ ബീഫ് ബർഗറും കാര്യങ്ങളും അവർക്ക് വളരെ കോമൺ ആണ്. പക്ഷേ ഇന്ത്യ വരുമ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റേ അവർ ഇറക്കുന്നില്ല. അതെന്താണ്? സെൻസിറ്റിവിറ്റി ടു കൾച്ചറൽ ഡിഫറൻസസ് ആണ്. ലോയൽറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദിയോടുകൂടി നിലനിൽക്കുന്ന അവസ്ഥയാണ് ലോയൽറ്റി. പിന്നെ ഉള്ളത് ട്രസ്റ്റ് വർത്തിനെസ്, വിശ്വാസയോഗ്യത. പിന്നെ എമ്പതി. ട്രസ്റ്റ് വർത്തിനെസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ജ്വല്ലറി ആയിരിക്കും, അവരുടെ സ്വർണം നല്ലതാണ്, അല്ലെങ്കിൽ അവിടെ തുണി എടുക്കുക, അവരുടെ തുണി നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പലചരക്കടയിൽ പോവാണ്, അവിടുത്തെ അരി നല്ലതാണ്, അയാൾ മോശം അരി വെക്കത്തില്ല, അതൊരു ട്രസ്റ്റ് വർത്തിനെസ് ആണ്. പിന്നെ എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനും അതിനൊത്ത് പ്രവർത്തിക്കാനുമുള്ളൊരു കഴിവാണ് എമ്പതി. കമ്പാഷൻ എന്ന് പറയുന്നത് വേറുള്ളവരോട് സഹതാപവും സ്നേഹവും കരുതലും എല്ലാം കൂടിയാണ്. നോ ഹാം ടു അതേഴ്സ്, അതൊരു കൈൻഡ് ഓഫ് പോളിസിയാണ്. ഓക്കെ, നോ ഹാം ടു അതേഴ്സ് എന്ന് പറയുന്നത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നിലകൊള്ളുക, ആർക്കും ഒരു ഉപദ്രവത്തിനും പോവാതിരിക്കുക, അതൊക്കെയാണ് നോ ഹാം ടു അതേഴ്സ്. പിന്നെ വരുന്നത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് നീതിപൂർവമായിട്ട് പ്രവർത്തിക്കുക. ഇക്വിറ്റി, എല്ലാവരെയും ഒരേപോലെ മുന്നേറാൻ സഹായിക്കുക.
നമ്മൾ ഇക്വിറ്റിയും ഇക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ പഠിച്ചിരുന്നു. സോ ഞാനിപ്പോൾ ഡിഫറൻസ് പറയുന്നില്ല. ഫിഡിലിറ്റി എന്ന് പറയുന്നത് സീക്രട്ടായിട്ടൊക്കെ വെക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കോർപ്പറേഷൻ, ഒരു കമ്പനിയുടെ കയ്യിൽ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ ഉണ്ട്, അതവർ സൂക്ഷിക്കും എന്ന് പറഞ്ഞ് മേടിച്ചാണെങ്കിൽ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ഫിഡിലിറ്റി. ഒരുപാട് കമ്പനീസും അതിൻ്റെ ബ്രീച്ച് ചെയ്യാറുണ്ട്. അതായത് അവർ ആ കമ്പനീസ് ഡേറ്റ വിറ്റൊക്കെ പൈസ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യും, അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ കുറേ ദിവസത്തേക്ക് നിങ്ങളുടെ ഫോണിൽ സ്പാം കോൾസ് വരില്ലേ, അതൊക്കെ ഫിഡിലിറ്റിയുടെ ഒരു ബ്രീച്ചാണ്. പിന്നെ ഉള്ളത് എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ, പ്രകൃതിയോട് ഉത്തരവാദിത്തമുള്ളവരായിട്ടിരിക്കുക. കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ പറഞ്ഞ ഫിഡിലിറ്റിയായിട്ട് വളരെ സിമിലറാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണലിസം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുക, പാർഷ്യാലിറ്റികൾ കാണിക്കാതെ ഇരിക്കുക, ഒരു ഓർഗനൈസേഷൻ്റെ നിയമങ്ങൾ എന്താണോ അതിനെയെല്ലാം പാലിക്കുക, ഇതൊക്കെയാണ് പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുക. പിന്നെ വിസിൽ ബ്ലോവർ സപ്പോർട്ട്, ഈ ടേം പഠിച്ചോണേ. വിസിൽ ബ്ലോവർ എന്താ, ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളതാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ഒരിടത്ത് തെറ്റുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് എല്ലാവരെയും അറിയിക്കുന്നതിനെയാണ് നമ്മൾ വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ഒത്തൻറ്റിസിറ്റി എന്ന് വെച്ചാൽ ഒറിജിനാലിറ്റി, അല്ലെങ്കിൽ ഒരു സാധനം അതിൻ്റെ മായം ചേർക്കാത്ത ഫോമിൽ, അതിപ്പം ഇൻഫർമേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, മായം ചേർക്കാതെ കൊടുക്കുന്നതാണ് ഒത്തൻറ്റിസിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. കുറേ ടേംസ് ആണ്, നിങ്ങൾക്കൊരു ജനറൽ പേഴ്സ്പെക്റ്റീവ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും വാക്ക് അറിയില്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫിഡിലിറ്റി അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഫിഡിലിറ്റി ഇപ്പം പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി നിങ്ങൾക്കൊരു ജനറൽ സെൻസിൽ ആൻസേഴ്സ് എഴുതാൻ പറ്റും. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എന്നൊരു ഏരിയ ഉണ്ടായിരുന്നു സിലബസിൽ. നമുക്ക് കുറച്ച് കോമൺ എത്തിക്കൽ ഡിലെമാസ് നോക്കാം. ഡിലെമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൺഫ്യൂഷൻ എന്നാണ്. ഡിലെമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ. എത്തിക്കൽ ഡിലെമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് തീരുമാനം എടുക്കണം എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഡിലെമ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഡിലെമ, ഓണസ്റ്റി വേഴ്സസ് കരിയർ പ്രഷർ. നമുക്ക് സത്യസന്ധമായിട്ട് നിലകൊള്ളണോ, ഇതൊരു ഇല്ലുസ്ട്രേറ്റീവ് എക്സാമ്പിളായിട്ടൊരു ടെംപ്ലേറ്റായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇത് കംപ്ലീറ്റ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് എത്തിക്കൽ ഡിലെമാസ് ഉണ്ട്. നമുക്ക് കുറച്ചെണ്ണം നോക്കാം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓണസ്റ്റി വേഴ്സസ് കരിയർ പ്രഷർ. സത്യസന്ധമായിട്ട് നിൽക്കണോ അതോ കരിയറിൽ ഭയങ്കരമായിട്ട് പ്രഷർ വരുവാണ്, എങ്ങനെയെങ്കിലും സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണോ? അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് ഡേറ്റ കൊടുക്കണം, നിങ്ങൾ തെറ്റായിട്ടുള്ള ഡേറ്റ കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ചെയ്തതിൽ നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾ ചെയ്തതെന്നുള്ള കള്ള ഡേറ്റ കൊടുക്കുകയാണ്. അതിനെയാണ് ഓണസ്റ്റി വേഴ്സസ് കരിയർ പ്രഷർ പറയുന്നത്. പിന്നെ ബ്രൈബിങ് ടു വിൻ കോൺട്രാക്ട്സ്. ബ്രൈബിങ് ടു വിൻ കോൺട്രാക്ട്സ് എന്താ, കൈക്കൂലി കൊടുത്തോ വേറുള്ള അതുപോലത്തെ രീതികളിലൂടെ നമ്മൾ ഓരോ കോൺട്രാക്റ്റുകളൊക്കെ നേടിയെടുക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ കോൺട്രാക്റ്റ് നേടിയെടുത്തത്. പക്ഷേ അവിടെ നമ്മൾ നിയമപരമായിട്ടും തെറ്റാ ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫെയർനെസ് പ്രിൻസിപ്പിളും ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രിൻസിപ്പിൾ ബ്രേക്ക് ചെയ്തു, അത് തെറ്റിച്ചു. പിന്നെ വരുന്നത് എഫിഷ്യൻസി വേഴ്സസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഡൗൺ സൈസിങ് സ്റ്റാഫ് ടു കട്ട് കോസ്റ്റ്. ചില കമ്പനികൾ അവരുടെ സ്റ്റാഫിനെ പെട്ടെന്ന് പിരിച്ചുവിടത്തില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പക്ഷേ അതിൽ വേറൊരു എത്തിക്കൽ ഡിലെമ ഉണ്ട്, അവർക്ക് സാമൂഹികപരമായുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ടാണ് അവർ സ്റ്റാഫിനെ പിരിച്ചുവിടുന്നത്. പിന്നെ ഇമേജ് വേഴ്സസ് റിയൽ ഇമ്പാക്റ്റ്. എൻ്റെ ഒരു എക്സാമ്പിൾ ഗ്രീൻ വാഷിംഗ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. ഗ്രീൻ വാഷിംഗ് എന്തായിട്ടാണ് പഠിക്കേണ്ടതാണ്. എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി അല്ലാത്ത പ്രോഡക്ട്സിനെ നമ്മൾ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി അല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ വാഷിംഗ് പോലെ ഗ്രീൻ വാഷിംഗ് എന്നതിനെ പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്, കമ്പനിക്ക് അവിടെ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ്. ശരിക്കുള്ള കാര്യം പറയണോ അതോ ഇമേജ് കാക്കണോ?
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രൊഡക്ടിവിറ്റി വേഴ്സസ് പ്രൈവസിയിലൊരു ഒരു എക്സാമ്പിൾ എംപ്ലോയി സർവേലൻസ് ആണ്. എംപ്ലോയീസിനെ സ്ഥിരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പൊതുവെ പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മൾ ഇതിൻ്റെ ഒരു തിയറിയും പറഞ്ഞിരുന്നു, ഹോത്തോൺ എഫക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതേസമയം എന്താ പറ്റുന്നത്, എംപ്ലോയീസിൻ്റെ പ്രൈവസി പോവുകയല്ലേ. അതിനെയാണ് പ്രൊഡക്ടിവിറ്റി വേഴ്സസ് പ്രൈവസി ഡിലെമ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ഇതൊരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. മാർക്കറ്റിങ്ങിൽ വരുന്ന കുറച്ച് എത്തിക്കൽ ഡിലെമാസിൻ്റെ ലിസ്റ്റാണ്. മാർക്കറ്റിംഗ് മേഖലയിൽ ഏതൊക്കെ രീതിയിലാണ് എത്തിക്സ് ബ്രേക്ക് ചെയ്യുന്നത്? തെറ്റായ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ, അതിൻ്റെ ഞാൻ എക്സാമ്പിൾ പറയണ്ടല്ലോ. ഇപ്പോൾ റമ്മി സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസിങ് വരുന്ന എല്ലാം വെറുതെയാണ്. സോ അതൊക്കെ ഫോൾസ് അഡ്വർടൈസിങ് ആണ്. പിന്നെ കൺസ്യൂമർ മാനിപ്പുലേഷൻ, കൺസ്യൂമേഴ്സിനെ, ഉപഭോക്താക്കളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അവരെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ ഓരോ സാധനങ്ങൾ മേടിപ്പിക്കുക. അതുപോലെ പ്രൈവസി ഇഷ്യൂസ്, ആൾക്കാരുടെ ഡേറ്റ ബ്രീച്ച് ചെയ്യുക. പിന്നെ ഫിനാൻസ് മേഖലയിലോട്ട് വരുമ്പോഴത്തേക്കിനും ഇൻസൈഡർ ട്രേഡിംഗ്. ഓക്കെ, ഇൻസൈഡർ ട്രേഡിംഗ് അറിയില്ലെങ്കിൽ പഠിച്ചോളുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചില കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റോക്സിൻ്റെ അവർക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. ഓക്കെ, സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഇനി എങ്ങോട്ടായിരിക്കും, സ്റ്റോക്ക് ഇടിയാൻ സാധ്യതയുണ്ടോ കയറാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അവർക്ക് മുന്നേ കൂട്ടി അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പോൾ വില കുറയാൻ പോവാണ് സ്റ്റോക്കിനെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ കയ്യിലിരിക്കുന്ന ഷെയർ എല്ലാം വിൽക്കും. വില കൂടുമെന്ന് അറിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഷെയറെല്ലാം ആദ്യമേ മേടിച്ച് വെക്കും. കാരണം അവർക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാം, അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിനാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു കോർപ്പറേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ബെനിഫിറ്റ്സിനെ യൂസ് ചെയ്യുന്ന, അതുകൊണ്ട് നമ്മൾ ഇല്ലീഗലായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതിനാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഏർണിങ്സ് മാനിപ്പുലേഷൻ. ചില കമ്പനികളുണ്ട്, അവരുടെ വരുമാനവും കാര്യങ്ങളും അവർ തെറ്റായിട്ട് പൊലിപ്പിച്ചൊക്കെ കാണിക്കും. അതിലൂടെ എന്താ, അവരുടെ ഷെയറുകൾ ചിലപ്പം മുകളിലോട്ട് പോയി എന്നിരിക്കും. അതിനുവേണ്ടിയൊക്കെ ചെയ്യുന്നതാണ് പ്രെഡറ്ററി ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും തിരിച്ച് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയൊക്കെ പൈസ കൊടുക്കുന്നതാണ് പ്രെഡറ്ററി ലെൻഡിങ്. എന്നിട്ട് മറ്റേ ആളെ ആ ഒരു കടത്തിൻ്റെ ആ ഒരു കെണിയിലാക്കും. പ്രെഡറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിംഹവും മാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു പ്രെഡറ്ററി റിലേഷൻഷിപ്പാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ പ്രേ ആണ്, ഒന്ന് മറ്റൊന്നിൻ്റെ ഇരയാണ്. സോ അതിനെ നമ്മൾ പ്രെഡറ്ററി ലെൻഡിങ് എന്ന് പറയുന്നത്. ഈ ടേംസ് ഒക്കെ പഠിച്ചു വെക്കുക, ഇങ്ങനത്തെ പുതിയ ടേംസ് നിങ്ങൾ കാണുന്നത്. കാരണം ഈ ഒരു ടേം ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. HR-ലോട്ട് വരാം. HR എന്താ, ഹ്യൂമൻ റിസോഴ്സസ്. അതായത് വ്യക്തികളെ മാനേജ് ചെയ്യുന്നതാണ്. ഒരു ഓർഗനൈസേഷനിലെ വ്യക്തികളെ മാനേജ് ചെയ്യുന്നതാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുക, ആൾക്കാരെ വേർതിരിച്ച് കാണുന്ന പ്രവൃത്തി, അത് എത്തിക്സിനെതിരാണ്. ഹറാസ്മെൻറ്റ്, ആൾക്കാരെ ടോർച്ചർ ചെയ്യുക, ഫെയർ കോമ്പൻസേഷൻ കൊടുക്കാതെ ഇരിക്കുക, അതായത് അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശരിയായ കൂലി കൊടുക്കാതെ ഇരിക്കുക. അതുപോലെ ലേബർ റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ലേബർ റൈറ്റ്സ് ആവാം, എംപ്ലോയി റൈറ്റ്സ് ആവാം, ഇതിനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ വരുന്നത് അവരുടെ പ്രവർത്തന മേഖലകളെ വരുമ്പോൾ എത്തിക്കൽ സോഴ്സിംഗ് ആണ്. ഇപ്പോൾ എത്തിക്കൽ സോഴ്സിംഗ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ചില കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, ഈ പ്രൊഡക്റ്റിൽ ഇത് ചൈൽഡ് ലേബർ ഫ്രീ ആണ്, അല്ലെങ്കിൽ ഇതിൽ ആനിമൽ ക്രൂവലിറ്റി ഇല്ല. അതിനെയൊക്കെയാണ് എത്തിക്കൽ സോഴ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സസ്റ്റൈനബിലിറ്റി ആണ്. അതായത് ദീർഘകാല നിലനിൽപ്പിനെ നോക്കിക്കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സസ്റ്റൈനബിൾ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ അത് സസ്റ്റൈനബിളും ആയിരിക്കണം. അതേപോലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പലപ്പോഴും എംപ്ലോയീസിൻ്റെയും സ്റ്റാഫിൻ്റെയും ഒന്നും സുരക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെയുള്ള പ്രവർത്തികളായിരിക്കും പല കമ്പനീസും ചെയ്യുന്നത്. അതാണ് ഓപ്പറേഷനിൽ വരുന്ന, സേഫ്റ്റി സ്റ്റാൻഡേർഡിൽ വരുന്ന എത്തിക്കൽ പ്രോബ്ലം. ലീഡർഷിപ്പ് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവർണൻസിൽ തന്നെ പലപ്പോഴും പ്രോബ്ലം വരാം. ഓരോ കോർപ്പറേഷനുകൾ എങ്ങനെയാണ് റണ്ണ് ചെയ്യുന്നതെന്നുള്ളത് തന്നെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വരാം. എത്തിക്കലായിട്ട് ലീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ കണ്ടു, റെസ്പെക്ട് ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, റെസ്പെക്ട് ഫോർ എംപ്ലോയീസ്. അതൊക്കെ ലീഡർഷിപ്പിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസാണ്. CSR നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക്കായിട്ടൊരു ക്ലാസ് കവർ ചെയ്തതായിരുന്നു. എനിക്ക് തോന്നുന്നു 15-16 അറൗണ്ട് ആയിരിക്കും ആ ക്ലാസ് നമ്മൾ കവർ ചെയ്തത്. സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, ഫൈലാന്ത്രോഫി. വാക്കറിയില്ലെങ്കിൽ പഠിക്കുക. ഫൈലാന്ത്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളാണ് ഫൈലാന്ത്രോഫിയിൽ വരുന്നത്. സമൂഹത്തിനും പ്രകൃതിക്കുമുള്ള ഇമ്പാക്റ്റുകൾ, ഇതൊക്കെയാണ്
CSR നോക്കിക്കാണ്ട് CSRൽ നമ്മൾ കുറേ പ്രശ്നങ്ങളും പഠിച്ചിരുന്നു. നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ പല കോർപ്പറേഷനുകളും പ്രോപ്പറായിട്ടൊന്നും CSR ആക്ടിവിറ്റീസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പല നിയമങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അടുത്തത് കോഡ് ഓഫ് എത്തിക്സ് ആണ്. നമുക്ക് 1-2 ടേംസ് ഇനി പഠിക്കാനുണ്ട്. ഒന്ന് കോഡ് ഓഫ് എത്തിക്സ് ആണ്. കോഡ് ഓഫ് എത്തിക്സ് ഇസ് എ ഫോർമൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് വാല്യൂസ് പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സ്പെക്റ്റഡ് എത്തിക്കൽ ബിഹേവിയർ. ഒരു റൂൾ അല്ലെങ്കിൽ റെഗുലേഷൻ, സ്റ്റാഫ് റെഗുലേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ വേറൊരു സാധനമാണ് ഈ കോഡ് ഓഫ് എത്തിക്സ്. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എത്തിക്കലി ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫോർമലായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് കോഡ് ഓഫ് എത്തിക്സ്. പിന്നെ ഉള്ളത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സിറ്റുവേഷൻ വെയർ പേഴ്സണൽ ഇൻട്രസ്റ്റ് കുഡ് ഇംപ്രോപ്പർലി ഇൻഫ്ലുവൻസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താല്പര്യങ്ങൾ തമ്മിൽ എവിടേക്കോ കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. നമ്മളിപ്പോൾ ഒരു 5 എത്തിക്കൽ ഡിലെമാസിൻ്റെ എക്സാമ്പിൾ കണ്ടില്ലേ, അതൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിറ്റുവേഷനാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾ ചിലപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ കർത്തവ്യ നിർവഹണത്തെ ബാധിച്ചു എന്നിരിക്കാം. അതൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഗ്രീൻ വാഷിംഗ് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു തന്നു. മിസ്ലീഡിങ് കൺസ്യൂമേഴ്സ് ബൈ ഫോൾസ്ലി പ്രൊമോട്ടിംഗ് പ്രോഡക്ട്സ് ഓർ പ്രാക്ടീസസ് ആസ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി. അതായത് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി, പ്രകൃതിക്ക് ഫ്രണ്ട്ലി അല്ലാത്ത സാധനങ്ങൾ ആണെന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വേർഡ് നെപ്പോട്ടിസം ആണ്. നെപ്പോട്ടിസം ഫേവറിങ് റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് ഇൻ ഹയറിംഗ് പ്രൊമോഷൻസ് എക്സെട്ര റിഗാർഡ്ലെസ് ഓഫ് മെറിറ്റ് നോക്കാതെ സ്വന്തക്കാരായതുകൊണ്ട് അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുന്നതിനാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്. ഒരുപാട് സിനിമാ നടന്മാരുണ്ട്. ടിപ്പിക്കലായിട്ട് നമ്മൾ നെപ്പോട്ടിസം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിനിമാ മേഖലയിലാണ്. ഞാൻ ആരുടെയും പേര് പറയില്ല. പിന്നെയുള്ളത് വിസിൽ ബ്ലോയിങ്. നമ്മൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. റിപ്പോർട്ടിംഗ് അൺഎത്തിക്കൽ ഓർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ടു ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ അതോറിറ്റീസ്. അകത്തുള്ള ഡിസിപ്ലിനറി സിസ്റ്റത്തിലായിരിക്കും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, അല്ലെ പുറത്തായിരിക്കും കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്? ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ എത്തിക്കൽ അല്ലാതെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിയമപരം അല്ലാതെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പുറം ലോകത്തെ അറിയിക്കുന്ന ആൾക്കാരാണ് വിസിൽ ബ്ലോയിങ് ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാരെ എന്താ വിളിക്കുക? വിസിൽ ബ്ലോവേഴ്സ് എന്ന് വിളിക്കും. ആ പ്രവൃത്തി വിസിൽ ബ്ലോയിങ് ആണ്. ആ ആൾക്കാരെ നമ്മൾ വിസിൽ ബ്ലോവേഴ്സ് എന്ന് വിളിക്കും. നെക്സ്റ്റ് സീറോ ടോളറൻസ്. സീറോ ടോളറൻസ് എന്താ ഒട്ടും സഹിക്കുന്നില്ല. എന്താണ് നമ്മൾ ഒട്ടും സഹിക്കാൻ പാടില്ലാത്തത് ഈ കോണ്ടെക്സ്റ്റിൽ? എത്തിക്കൽ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ വയലേഷൻ ഓഫ് റൂൾസ് ഒട്ടും വെച്ച് പൊറിപ്പിക്കരുത്. അതുപോലെ നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റ് വയലേറ്റ് ആവുകയാണെങ്കിൽ അതിനെ ഒട്ടും നമ്മൾ ടോളറേറ്റ് ചെയ്യില്ല, സീറോ ടോളറേറ്റ് ചെയ്യണം. കറപ്ഷൻ, ഹറാസ്മെൻറ്റ്, അബ്യൂസ് പോലെയുള്ള എത്തിക്കൽ അല്ലാത്ത കാര്യങ്ങളോട് സീറോ ടോളറൻസ്. അതിനെയാണ് നമ്മൾ എത്തിക്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ സീറോ ടോളറൻസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ലെക്ചർ ഭയങ്കര ജനറിക്കായിട്ടുള്ളൊരു ലെക്ചറാണ്. നിങ്ങൾ എന്താണ് എത്തിക്സ് എന്ന് പഠിച്ചു വെക്കുക. ഇവിടെ കൗട്ടില്യ അർത്ഥശാസ്ത്ര പഠിച്ചു വെക്കുക. ഗാന്ധിയൻ എത്തിക്സിനെ പറ്റി ഒരു ചെറിയ ഐഡിയ വേണം. നോളൻ കമ്മിറ്റിയെ പറ്റി ഐഡിയ വേണം. പിന്നെ ഈ പേരുകൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്, എന്താണ് ഇതൊക്കെയെന്ന്. പിന്നെ വരുന്നത് കുറച്ച് ടേംസ് ആണ്. ഈ ടേംസിൻ്റെ എല്ലാം മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് എത്തിക്കൽ ഡിലെമാസ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ കുറച്ച് എക്സാമ്പിൾസേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഏതൊക്കെ രീതിയിൽ എത്തിക്സ് ബ്രീച്ച് ആവാം, അതുപോലെ അല്ലെങ്കിൽ അഥവാ അൺഎത്തിക്കലായിട്ടുള്ള പ്രവൃത്തികൾ ഏതൊക്കെ രീതിയിലുണ്ടെന്ന് നോക്കി. ഏത് മേഖലയിൽ വേണമെങ്കിലും അൺഎത്തിക്കലായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാവാം. പിന്നെ നമ്മൾ നോക്കി കോഡ് ഓഫ് എത്തിക്സ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഗ്രീൻ വാഷിംഗ്, നെപ്പോട്ടിസം, വിസിൽ ബ്ലോയിങ്, സീറോ ടോളറൻസ്. കുറച്ച് ടേംസ് നോക്കി. ഇത്രയൊക്കെ ഉള്ളൂ എത്തിക്സിൽ മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു എവ്രി വൺ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.